ടു ചാനൽ വേ ടു ഡ്രീംസിലേക്ക് വീണ്ടും സ്വാഗതം. ആക്ച്വലി നമ്മൾ വലിയൊരു ലോങ് ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ ചാനൽ ആക്റ്റീവ് ആവാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇന്ന് ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലവർക്കും നമുക്ക് ഇഷ്ടമാണല്ലേ സാരി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ വരുമ്പോഴാണ് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. നമുക്ക് ഈസി വേയിൽ സാരി ഡ്രൈപ്പിംഗ് ഇന്ന് നമ്മൾ നോർമൽ ഒരു ജോർജറ്റ് സാരിയിലാണ് ഇന്ന് സാരി ഡ്രൈപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള സാരി ഡ്രൈപ്പിംഗ് വീഡിയോസ്, പിന്നെ ഹോൾ വീഡിയോസ്, അങ്ങനെ നമ്മൾ ഇനി ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവ് ആവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കുറേ നാൾ ആക്റ്റീവ് അല്ലായിരുന്നു. അതിനുള്ള റീസൺസ് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റുള്ള സാരി വന്നിട്ട് മീഷോന്ന് മേടിച്ചതാണ്. മീഷോന്ന് മേടിച്ചതാണെങ്കിലും ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് സൂപ്പർവായിട്ടുള്ളൊരു അടിപൊളി ബ്ലൗസാണ്. ഇത് ഫുള്ള് നമ്മളൊരു എംബ്രോയിഡറി ത്രെഡ് വർക്ക് ഒക്കെ വെച്ചുള്ള അടിപൊളി ബ്ലൗസാണ് വരുന്നത്. ഇത് ലാസ്റ്റ് ഇത് ഡ്രൈപ്പ് ചെയ്തതിന് ശേഷം ഇത് കാണിക്കും. നമുക്ക് ഈസി ആയിട്ട് എന്താ സാരി ഡ്രൈപ്പിങ്ങിലോട്ട് പോവാം. അടിപൊളിയല്ലേ? ഇതാണ് ഞാൻ പറയാൻ ബ്ലൗസ് കേട്ടോ. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ഇതും കൂടി നിയർലി ആ ടൈമിൽ ഒരു 450 റുപ്പീസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിത് സ്റ്റിച്ചഡ് അല്ല, മീൻസ് അൺസ്റ്റിച്ച്ഡ് ബ്ലൗസ് ആയിരുന്നു. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അതേപോലെ തന്നെ. എങ്ങനെയാണ്? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? കൊള്ളാമല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ബിഗിനേഴ്സും ഈസി ആയിട്ട് നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ബൈ.